ബെൽജിയത്തിലെ കുട്ടികൾ തെരുവിൽ മാർച്ച് ചെയ്ത് ഇന്ത്യക്കാർ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ ജർമ്മൻ സൈനികരെ ഭയപ്പെടുത്തി. ഇത് കുട്ടികളുടെ കളിയായിരുന്നില്ല, ഇത് ധീരമായ ഒരു പ്രതിരോധ പ്രവർത്തനമായിരുന്നു. ഇന്ന് 1914 ദ റേപ്പ് ഓഫ് ബെൽജിയം എന്നറിയപ്പെടുന്ന ക്രൂരമായ ആക്രമണത്തിന് ശേഷം ജർമ്മൻ അധിനിവേശത്തിന് കീഴിലുള്ള ബെൽജിയത്തിൽ, പ്രത്യേകിച്ച് ഫ്ലാൻഡേഴ്സിലെ കുട്ടികൾ ഇന്ത്യൻ സൈനികരുടെ പോലെ കുട്ടികൾക്ക് കിട്ടിയ തുണി ഇന്ത്യൻ തലപ്പാവായി ചുറ്റി, തടി തോക്കുകൾ പോലെ കയ്യിലേന്തികൊണ്ട്, കാക്കി ട്രൗസറുകൾ അണിഞ്ഞുകൊണ്ട്, ജർമ്മൻ പെട്രോളുകളെ നോക്കിക്കൊണ്ട് ഇന്ത്യക്കാർ വരുന്നുണ്ട് എന്ന് തെരുവുകളിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഈ രംഗം അക്കാലത്തെ മാഗസിനുകളിലെയും പത്രങ്ങളിലെയും വാർത്തകളിലും സ്കെച്ചുകളിലും പകർത്തപ്പെട്ടു. എന്തുകൊണ്ടാണ് ജർമ്മൻ സൈനികർ ഈ വാക്കുകൾ കേട്ടു ഭയന്നത്? 1914 അവസാനത്തിൽ വെസ്റ്റേൺ ഫ്രണ്ടിലെത്തിയ ഇന്ത്യൻ സൈനികരുടെ വരവ് റൂമറുകൾ, പത്രങ്ങൾ, സൈനിക സന്ദേശങ്ങൾ വഴി കൊടുങ്കാറ്റ് പോലെ പരന്നു. ഇന്ത്യൻ എക്സ്പെഡിഷണറി ഫോഴ്സ് ഏകദേശം 45,000 പേർ ലാഹോർ, ലക്നൗ, ബലൂച്ച്, ഭോപ്പാൽ, മീററ്റ്, നേപ്പാൾ എല്ലാം നിന്നുള്ള ഡിവിഷൻസ്, ബറ്റാലിയൻ, റെജിമെന്റ്, ഇൻഫൻട്രി, ക്യാബിനറി വിഭാഗങ്ങൾ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് യൈപ്രസ്, ഒക്ടോബർ 1914 എന്നറിയപ്പെടുന്ന യുദ്ധത്തിന് അലൈഡ് ലൈനുകളിലെ നിർണായക വിടവുകൾ നികത്താൻ റിക്രൂട്ട് ചെയ്യപ്പെട്ടു. മരവിപ്പിക്കുന്ന തണുപ്പുള്ള ട്രെഞ്ചുകളിൽ യൂറോപ്യൻ മിലിറ്ററി ഓഫീസർമാർ ഉപയോഗിക്കുന്നതിലും നിലവാരം കുറഞ്ഞ ആയുധങ്ങളും ഗാഡ്ജറ്റുകളും ഉപയോഗിച്ച് അവർ ധീരമായി പോരാടി. ബയനറ്റുകളുമായി ജർമ്മൻ പൊസിഷനുകളിലേക്ക് ചാർജ് ചെയ്തു. അതിശക്തമായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ജർമ്മൻ സൈനികരെ പിന്മാറാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ജർമ്മന്മാർക്ക് ഇന്ത്യൻ സൈനികർ വിചിത്രവും ഭയാനകവുമായി തോന്നി. ആധുനിക തോക്കുകളേന്തിയ ജർമ്മൻ പടയാളികളെ കത്തിയും ചിലപ്പോഴൊക്കെ വെറും കൈയുമായി പോലും നേരിടാൻ ഇന്ത്യൻ പടയാളികൾ മടിച്ചു നിന്നില്ല. ബ്രിട്ടീഷ്, ഫ്രഞ്ച് മിലിറ്ററി ഓഫീസേഴ്സ് ഇന്ത്യൻ പടയാളികൾ അവരുടെ ധീരത കൊണ്ട് അത്ഭുതപ്പെടുത്തി, ധൈര്യമേകി. ഇന്ത്യൻ സൈനികർ അന്ന് അറിയപ്പെട്ടിരുന്നത് കോളനി സൈനികർ എന്നാണ്. കാട്ടാളന്മാർ, യുദ്ധത്തിൽ തടയാനാവാത്തവരെന്നെല്ലാം അവരെപ്പറ്റി കഥകൾ പ്രചരിക്കപ്പെട്ടു. ജർമ്മനി ഔദ്യോഗികമായി ബ്രിട്ടന്റെ കളേർഡ് കോളനി സൈനികരെ വെള്ളക്കാരുടെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചു. അൺസിവിലൈസ്ഡ് ആക്ഷൻ എന്നാണ് ജർമ്മനി ബ്രിട്ടന്റെ നടപടിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോഴും യുദ്ധഭൂമിയിൽ ഇന്ത്യൻ ബറ്റാലിയനുകളുടെ അത്ഭുതകരമായ ധൈര്യവും മരണത്തെ ഭയക്കാതെയുള്ള ആക്രമണവും ജർമ്മൻ സൈനികരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 107,000-ലധികം ഇന്ത്യക്കാർ ഫ്രാൻസിലും ബെൽജിയത്തിലും സേവനമനുഷ്ഠിച്ചു. ഏകദേശം 9,000 പേർ ക്രൂരവും അപരിചിതവുമായ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടു.